ഹേ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിഷു പർച്ചേസിങ്ങിന് വേണ്ടി പോവുകയാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേനും വിഷു ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ബിലേറ്റഡ് വിഷു ആശംസകൾ. എല്ലാവരും വിഷു അടിച്ച് പൊളിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ബാസിൽഡൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത്, അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, മലയാളി സൂപ്പർ മാർക്കറ്റ് ആണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്താ പറയുക, വിഷുവിന് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് വാഴയിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വാഴയിലൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം എന്തൊക്കെയാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങൾക്ക് കൂടെ ഞാൻ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. നമ്മൾ തേടിയെത്തിയ മാമാസിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന് കേട്ടോ. നോക്കിയാൽ എല്ലാ ടൈപ്പ് ഗ്രോസറീസ് ഇവിടെ കിട്ടും കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കാം. മാമാസ്. ഞങ്ങൾ ബാസിൽഡൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് വന്നേക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഈ ഷോപ്പിൽ വരുന്നത്. മാമാസ് എന്നാണ് കേട്ടോ എൻ്റെ പേര്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേനും ഒത്തിരി സാധനങ്ങൾ കേട്ടോ, ഫ്രോസൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന, അതായത് നമ്മുടെ ഇഡ്ഡലി, സാമ്പാർ, ചട്നി, പാലപ്പം വിത്ത് കറി, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഫ്രോസൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർക്ക് ഈസി ആയിട്ട് വാങ്ങിക്കൊണ്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ച് ചൂടാക്കിയാൽ മാത്രം മതി. പിന്നെ ഇതേ നമ്മുടെ ഉഴുന്നുവടയല്ലല്ലോ, പരിപ്പ് വട ഗൈസ്. പരിപ്പ് വട വലിയൊരു പാക്കറ്റിലൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇതാണ് അവരുടെ നമ്മുടെ പച്ചക്കറി സെക്ഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്കത് നമ്മുടെ കണിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. കണിക്കൊന്നൊക്കെ പാക്ക് ചെയ്ത് നല്ല ഭംഗി കുട്ടപ്പനായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ നമ്മുടെ ഇലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴുണ്ട് ഒരു സാധനം, മുല്ലപ്പൂ ഇരിക്കുകയാണ് ഗൈസ്. അയ്യോ, ഞാനത് ജസ്റ്റ് മണത്ത് നോക്കിയിട്ട് എന്താ മണം. നാട്ടിലൊക്കെ നമ്മൾ കുഞ്ഞിലൊക്കെ കുറേ തലയിലൊക്കെ വെച്ച് നടന്ന ആ ഓർമ്മയൊക്കെ വരും കേട്ടോ. ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ആയിരുന്നു മുല്ലപ്പൂവൊക്കെ കണ്ടപ്പോഴത്തെ. കാരണം മുല്ലപ്പൂ കണ്ടിട്ട് ഒത്തിരി നാളായി. നാട്ടിൽ പോയപ്പോഴും അങ്ങനെയൊന്നും വലുതായിട്ട് കാണാൻ സാധിച്ചില്ല. ഇപ്പോൾ ഉണ്ട് മുല്ലപ്പൂ ഇരിക്കുന്ന നോക്കി ഗൈസ്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് എടുത്ത് ജസ്റ്റ് ഒക്കെ നോക്കിയായിരുന്നു. പിന്നെ ഇത് നാട്ടിൽ നിന്ന് നല്ല ഫ്രഷായിട്ട് ഫ്രഷ് പോലെ ഇരിക്കും കേട്ടോ. അവർ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കണിക്കൊന്ന അതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നാട്ടിലൊക്കെ മിസ് ചെയ്യുന്നു തോന്നുന്ന പല പച്ചക്കറികളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ദോശ ബാറ്ററൊക്കെ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഇല നല്ലത് നോക്കി എടുക്കുകയാണ് കേട്ടോ. കാരണം ഞങ്ങൾ 5 പേർക്കുള്ള ഇല ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇല ഞങ്ങളിങ്ങനെ നോക്കി എടുക്കുകയാണ്. കാരണം ചിലതൊക്കെ സൈഡ് അവിടെ ഇവിടെ പൊട്ടിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഫ്രഷ് ആയിട്ട് എടുക്കാമെന്ന് കരുതി അങ്ങനെ എടുത്തതാണ്. അപ്പോഴുണ്ട് നമ്മുടെ വെള്ളരിക്ക, അതായത് ചെറിയ കുഞ്ഞു വെള്ളരി ഇരിപ്പുണ്ട്. അപ്പോൾ അത് എനിക്കിഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. കാരണം അത്യാവശ്യം വിലയുണ്ട്. നമുക്ക് കണി വെക്കാനായിട്ട് മെയിനായിട്ടുള്ളൊരു സാധനമാണല്ലോ നമ്മുടെ കണി വെള്ളരി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ എടുക്കാൻ നോക്കി. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ എല്ലാ പച്ചക്കറികളും അവൈലബിൾ ആണ് ഗൈസ്. നമ്മൾ വിചാരിക്കും ഇവിടെ ഒന്നും വന്നാൽ ഒന്നും കിട്ടത്തില്ല, നമ്മുടെ നാട്ടിലെ പല സാധനങ്ങളും മിസ് ചെയ്യുന്നു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമുക്ക് എല്ലാ സാധനങ്ങളും നാട്ടിലുള്ളതും പ്ലസ് നമ്മുടെ ഇവിടുത്തെ വെജിറ്റബിൾസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും UK വരികയാണെങ്കിൽ അവർ ചിന്തിക്കുമായിരിക്കും, അയ്യോ ഇവിടെ വന്ന് നമുക്ക് ആവശ്യമുള്ള ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ കറിവേപ്പിലേക്ക് നല്ല ഫ്രഷായിട്ട് പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ തന്നെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപടി കൊണ്ട് നമ്മുടെ ഫ്രീസറിൽ കൊണ്ടുവച്ചാൽ നമ്മൾ ഒത്തിരി നാളത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും കുറച്ചൊക്കെ മേടിച്ചു. എന്നാലും ഈ ജാസ്മിൻ കണ്ടിട്ടൊരു അട്രാക്ഷൻ അങ്ങോട്ട് വരികയാണ് കേട്ടോ. അതാണ് ഞാൻ പിന്നെയും കാണിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിതേ നമ്മുടെ കണി വെള്ളരി എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചക്ക ഞാൻ എടുത്തു. ചക്ക ഈ ഒരു സമയത്ത് എനിക്ക് വന്നതാണെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ ഈ വിഷുക്കണിക്ക് വേണ്ടിയിട്ട് വെക്കാൻ പറ്റുന്ന ചക്ക അവിടെ അവൈലബിൾ ആയിരുന്നു. കുഞ്ഞു ചക്ക കേട്ടോ, ഭയങ്കര വലുതൊന്നുമല്ല, കുഞ്ഞു ചക്ക. പിന്നെ നമ്മൾ തേങ്ങ പൊട്ടിച്ച് വെക്കത്തില്ല, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ എടുത്തു. അങ്ങനെ കണിക്ക് ആവശ്യമുള്ള ഒത്തിരി സാധനങ്ങൾ എടുത്തു. പിന്നെ നമ്മുടെ പഴം, പച്ചപ്പഴമായിരുന്നു കേട്ടോ, നല്ല പച്ചയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ കണി വെക്കുന്ന ആ ഒരു സമയപ്പോഴത്തേനും പഴം നല്ല പഴുത്ത് നല്ല കുട്ടപ്പനായിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു പച്ചക്കറികൾ ഇങ്ങനെ സെപ്പറേറ്റ് ഒത്തിരി മേടിക്കേണ്ട. നമ്മുടെ എന്താ പറയുക, നമുക്ക് സാമ്പാറിനും അവിയലിനുള്ള പച്ചക്കറികൾ കട്ട് ചെയ്ത് ഫ്രോസൺ ആയിട്ട് നമുക്ക് വിശ്വാസിൻ്റെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ അത് ജസ്റ്റ് മേടിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന, അതായത് പരിപ്പൊക്കെ വേവിച്ചിട്ട് അതിലോട്ട് ഈ പച്ചക്കറികളിട്ട് നമുക്ക് സാമ്പാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ്ങിലോട്ടാണ് ഞാൻ പോയത്. പിന്നെ പോയതല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് അല്ലറ സാധനങ്ങളും കൂടെ ഞാൻ അവിടെ നിന്ന് പൊക്കി. പർച്ചേസിങ്ങിൻ്റെ ഒരു 75% കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടെ മേടിക്കാനുണ്ട്. അത് നമുക്ക് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ ഇവിടെ അടുത്തുണ്ടോ നോക്കാം. അവിടെ പോയിട്ടൊന്ന് മേടിക്കാം കേട്ടോ.
അങ്ങനെ ഞങ്ങളുടെ വിഷു സദ്യ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത് ശരിക്കും ഞങ്ങൾ വിഷുവിൻ്റെ ഒരു തലേ ദിവസമാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കസിൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അതിൻ്റെ പിറ്റേ ദിവസമാണ് ശരിക്കും വിഷു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, ഒരു കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. വിഗ്രഹം മീൻസ് ഒരു കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയൊരു വിഗ്രഹമാണ്. അത് നമ്മുടെ ട്രിവാൻഡ്രം സൈഡൊക്കെ കുറച്ച് രാജസ്ഥാനീസ് വന്നിട്ട് അവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക കൃഷ്ണൻ്റെ, ദേവിയുടെ അങ്ങനെ പല പല ഒക്കേഷനിൽ വെക്കാൻ പറ്റുന്ന പ്രതിമകൾ അവർ ഉണ്ടാക്കി തരും. അത് ഭയങ്കര എന്താ പറയുക ജെൻറ്റിലാണ് കേട്ടോ. നമ്മളൊരു തട്ട് കൊടുത്താൽ പൊട്ടുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. എന്തോ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസോ മറ്റോ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുവാണ്. അപ്പം ഞങ്ങൾ ഭയങ്കര സൂക്ഷിച്ചാണ് കേട്ടോ അത് അവിടെ നിന്ന് ഇതുവരെ കൊണ്ടുവന്നത്. ഭയങ്കര ചൈതന്യമുള്ളൊരു കൃഷ്ണനാണത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടി. അതാണ് ഭാഗ്യം. കാരണം ഞങ്ങൾ പണ്ട് ഒത്തിരി ഈ രാജസ്ഥാനീസിൻ്റെ കയ്യിൽ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു തട്ട് കൊടുത്താൽ പെട്ടെന്ന് പൊട്ടുന്നൊരു സംഭവമാണ്. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ആ കൃഷ്ണനെ നമ്മുടെ എന്താ പറയുക തിരുവനന്തപുരത്ത് നിന്ന് UK വരെ അത് കൊണ്ടുവരാൻ സാധിച്ചു ഗൈസ്. അപ്പോൾ അത് നമ്മുടെ ഏകദേശം ഞാനത് ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വിഷു കണിക്ക് വേണ്ടിയിട്ട് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ. ഒരു ഞങ്ങളത് ഈ മാലയൊക്കെ മേടിച്ചു. ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് എപ്പോഴും വേണമെങ്കിലും യൂസ് ചെയ്യും. ഇനി ഓണത്തിനായിരിക്കും നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം ഒരുക്കി നല്ല ഭംഗിയായിട്ട് നമ്മുടെ വിഷുക്കണി ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഗൈസ്. ഇത്തവണത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. ഉണ്ണിക്കണ്ണൻ ഉണ്ണിയപ്പം. ശരിക്കും ഞാനിത് ഫസ്റ്റ് ടൈമാണ് കണി വെക്കുമ്പോൾ ചെയ്യുന്നത്. ഇതുവരെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാ സംഭവങ്ങളും നമ്മൾ നേരത്തേക്ക് എപ്പോഴും ചെയ്യാറുള്ളതാണ്. പക്ഷേ ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര സന്തോഷമായേ. അത് നന്നായിട്ട് വരികയും ചെയ്തു. അതിലൊരു ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. അത് വിഷുക്കണിക്ക് വെക്കണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതപ്പോൾ ആ സമയമായപ്പോൾ എല്ലാം നടന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഒരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം അക്രപ്പച്ച.